ഇനി നമുക്ക് ഇന്റർനാഷണൽ വാർത്തകളുടെ സമയമാണ്. ജെയിംസ് സാർ എത്തിക്കഴിഞ്ഞു അല്ലേ? ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്മിത, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഹായ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ വലിയ സന്തോഷമുള്ള വാർത്തകളിലേക്കല്ല നമ്മൾ ആദ്യം പോകുന്നത്, ദുഃഖകരമാണത് അല്ലേ? തീർച്ചയായിട്ടും ഗസയിലേക്കാണ്, സങ്കടപ്പെട്ട വാർത്തകളിലേക്കാണ്. ഗസയിൽ ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ നടക്കുകയാണെന്നുള്ളത് വലിയ സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരു വശത്ത് ഇതിനുള്ള ഒരു തർക്ക പരിഹാരങ്ങളൊക്കെ നടക്കണം എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുമ്പോഴും വീണ്ടും വീണ്ടും ജീവനുകൾ നഷ്ടമാവുകയാണ് മനുഷ്യർക്ക് അല്ലേ? തീർച്ചയായിട്ടും സ്മിത, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സങ്കടകരമായ വാർത്ത എന്ന് പറഞ്ഞത്. നമ്മൾ വയനാട് ദുരന്തത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ലോകത്തെ രണ്ട് വലിയ ദുരന്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഉക്രൈനിൽ കഴിഞ്ഞ 2.5 വർഷമായിട്ട് നടക്കുന്ന യുദ്ധം, അത് റഷ്യൻ അതിർത്തികളിലേക്ക് ഉക്രൈൻ സേന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഇസ്രായേൽ ഗസയിൽ കഴിഞ്ഞ 10 മാസത്തിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം, ഈ മണിക്കൂറുകളിലും ആക്രമണം നടന്നു. അതിൽ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് ബോംബിടുന്നു, ആ വീട്ടിലെ 18 പേരും കൊല്ലപ്പെടുന്ന അവസ്ഥ. അത് ഗസയിലെ സവൈദയിലാണ്. അതിൽ 9 പേർ കുട്ടികളാണ് എന്നുകൂടി അറിയുമ്പോൾ അതിൻ്റെ ദുഃഖത്തിൻ്റെയും ഞെട്ടലിൻ്റെയൊക്കെ ആഘാതം നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ മരിച്ചുപോയി ഗസയിൽ. 40,000-ലേറെ, 40,074 സംഖ്യയേക്കാൾ അപ്പുറം അത് ജീവനുകളാണ്. അതിൽ 30,000-ഓളം സ്ത്രീകളും കുട്ടികളും ആണ് എന്നറിയുമ്പോൾ യുദ്ധത്തിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവും. എന്തായാലും ഇസ്രായേൽ അവരുടെ കിരാതമായിട്ടുള്ള ആക്രമണം ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഖത്തറും ഈജിപ്തും അമേരിക്കയും അടങ്ങുന്ന സംഘം വലിയ രീതിയിൽ വെടിനിർത്തലിനുള്ള ചർച്ചകൾ നടത്തുന്നത്. പക്ഷെ അതൊന്നും വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ മണിക്കൂറുകളിൽ ഹമാസിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഭരണകൂടവുമാണ് വെടിനിർത്തലിന് എതിരായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഹമാസിനെയും കുറ്റപ്പെടുത്തേണ്ടി വരും. ഹമാസ് ഒരുപാട് നിബന്ധനകൾ വെക്കുന്നുണ്ട്. രണ്ട് കൂട്ടരും ഒരിക്കലും അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിബന്ധനകളുമായി മുന്നോട്ട് പോകുന്നു. അവിടെ പൊലിയുന്നത് മനുഷ്യ ജീവനുകളാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വേണ്ടത് അധികാരമാണ്. അധികാര കസേര ഉറപ്പിക്കാൻ വേണ്ടി മനുഷ്യരുടെ രക്തത്തിൽ കയറി നിന്നാണ് ആ അധികാര കസേര ഉറപ്പിക്കുന്നത് പലരും. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലമാണ്. ഒപ്പം തന്നെ ഇത് ഗസയിലെ ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിൽക്കുന്നില്ല സ്മിത. ഇറാനും ഇസ്രായേലും തമ്മിൽ ഏത് നിമിഷം യുദ്ധമുണ്ടാവാമെന്നുള്ള റിപ്പോർട്ടുകൾ പലയിടത്തുനിന്നും വരുന്നുണ്ട്. പക്ഷേ രണ്ട് രാജ്യത്തും പ്രശ്നങ്ങളുണ്ട്. രാഷ്ട്രീയ നേതൃത്വം തമ്മിൽ അഭിപ്രായ ഭിന്നതകളുള്ളതുകൊണ്ട് മാത്രമാണ് ഒരു യുദ്ധത്തിലേക്ക് പോകാത്തത്. കാരണം അവിടെ റിഫോമിസ്റ്റ് ആയിട്ടുള്ള ഇറാൻ്റെ പ്രസിഡന്റ് അദ്ദേഹം മസൂദ് പെഷഷ്കിയാനാണ്. അദ്ദേഹം യാഥാസ്ഥികരോട് കൂടി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വരെ രാജിവെച്ച് പോയി. കൺസർവേറ്റീവ്സ് ആക്രമിക്കണമെന്ന് പറയുന്നു. ആക്രമിച്ചാൽ അതൊരു മേഖലാ യുദ്ധത്തിലേക്ക് പോവുകയും വലിയ രീതിയിലുള്ള ആൾനാശവും എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല. ഇറാൻ്റെ കയ്യിലും ആണവായുധമുണ്ട്, ഇസ്രായേലിൻ്റെ കയ്യിലും ആണവായുധമുണ്ട്. അതുകൊണ്ട് ആ തരത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ഇറാൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള നേതാക്കളെ വധിക്കാനുള്ള ഒരു പദ്ധതി ഇട്ടു എന്നുള്ള വാർത്ത കൂടി ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലാണ് വീണ്ടും ഹൂതികളുടെ ആക്രമണം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വരുന്നത്. ഹൂതികൾ യഥാർത്ഥത്തിൽ റെഡ് സീയിൽ കഴിഞ്ഞ ഏതാനും 10 മാസത്തിനുള്ളിൽ 200-ലേറെ കപ്പലുകൾ ആക്രമിച്ചു. അതിൻ്റെ പേരിൽ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ചരക്ക് കപ്പലുകൾ ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് പോകുന്നത്. 15 മുതൽ 20 ദിവസം വരെ വൈകിയാണ് യൂറോപ്പിലെത്തുന്നത്. റഷ്യയിൽ നിന്ന് കിട്ടുന്ന ഓയിൽ അത് ഇന്ത്യ യൂറോപ്പിലേക്ക് കൂടി വിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ റഷ്യയിൽ നിന്നാണ് യൂറോപ്പ് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതടക്കം എല്ലാം പോകുന്ന ആഫ്രിക്ക വഴിക്കാണ്. വലിയ കയറ്റുമതി ചാർജാണ് കൊടുക്കേണ്ടി വരുന്നത്. റെഡ് സീയിലൂടെ അല്ലെങ്കിൽ ചെങ്കടലിലൂടെ പോകാൻ പറ്റുന്നില്ല. ചെങ്കടലിലേക്ക് പോകുന്ന വഴിയിൽ ബാബ മാൻഡേബ് എന്ന കടലിടുക്കിൽ വെച്ചാണ്, യമനിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, ഹൂതികൾ ഈ ആക്രമണം നടത്തുന്നത്. ഒരുപാട് കപ്പലുകൾക്ക് കേടുപാടുകൾ പറ്റി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ യുദ്ധം വരുത്തി വച്ചിരിക്കുന്ന വലിയ വിനകളാണ് ഇതൊക്കെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഫ്യൂവലിൻ്റെ കയറ്റുമതി ഏതാണ്ട് 4.5 ലക്ഷം ഉണ്ടായിരുന്നത് 2.5 ലക്ഷമായിട്ട് കുറഞ്ഞിരിക്കുന്നു. കാരണം വില കൂടുമ്പോൾ ആൾക്കാർ വാങ്ങാൻ കുറയും. അത് ഇന്ത്യയെ കൂടി ബാധിച്ചിരിക്കുന്നു എന്നുകൂടി നമ്മൾ അറിയണം. എന്തായാലും ഹെസ്ബുള്ള ലെബനനിൽ ഇസ്രായേലുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ലെബനനിൽ 10 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി മണിക്കൂറുകളിൽ വരുന്നു. നമ്മൾ ഈ റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആണ്. ചരിത്രപരമായ ബൈഡന്റെ ഒരു പിന്മാറ്റം, അതിനുശേഷം കമലാ ഹാരിസ് തീരെ നിസാരയാണെന്ന രീതിയിൽ ട്രംപിന്റെ ഒരു പ്രതികരണം. പക്ഷെ പല സ്റ്റേറ്റുകളിലും കമലാ ഹാരിസിന് ഒരു മുൻതൂക്കം ഉണ്ടെന്ന സർവേ റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ വലിയ അത്ഭുതകരമായ റിപ്പോർട്ടുകളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ
ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നേരെ വധശ്രമം ഉണ്ടാവുകയും ജോ ബൈഡൻ വളരെ വീക്കായിട്ടുള്ള കാൻഡിഡേറ്റ്, ഓർമ്മക്കുറവ് ഇതൊക്കെ പറഞ്ഞപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റായി ഒരു ഇടവേളയ്ക്ക് ശേഷം ട്രംപ് വരുന്നു എന്നുള്ള വലിയ പ്രചരണമുണ്ടായിരുന്നു. അതിനിടയിലാണ് നാടകീയമായി ഡെമോക്രാറ്റിക് പാർട്ടി ജോ ബൈഡനോട് മാറാൻ പറയുകയും ജോ ബൈഡൻ മാറി വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ ജോ ബൈഡൻ്റെ കൂടി പിന്തുണയോടെ രംഗത്ത് വരികയും ചെയ്തു. അപ്പോഴെല്ലാവരും പറഞ്ഞു ട്രംപ് ആയിരിക്കും ജയിക്കാൻ പോകുന്നത്, കമലാ ഹാരിസ് ഒരു വെളുത്ത വംശജയല്ല. പക്ഷെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഇതിൽ കടുത്ത മത്സരമാണ് നടക്കുന്നതെങ്കിലും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കറുത്ത വംശജയായ വനിതാ പ്രസിഡന്റ്, ഇതുവരെ ഒരു വനിതയും പ്രസിഡന്റ് ആയിട്ടില്ല. അപ്പോൾ വനിത എന്ന നിലയിലും കറുത്ത വംശജ എന്ന നിലയിലും അവർ പ്രസിഡന്റ് ആവുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പുതിയൊരു കാൻഡിഡേറ്റ് എമർജ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലാണ്. അവർ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഹില്ലരി ക്ലിന്റന് കഴിഞ്ഞ തവണ 30 ലക്ഷത്തിൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും ഇലക്ട്രൽ വോട്ട്സ് കൂടുതൽ കിട്ടിയതുകൊണ്ട് ട്രംപ് ജയിക്കുകയായിരുന്നു. എന്തായാലും ട്രംപ് വല്ലാത്ത പരിഭ്രാന്തിയിലാണ്. ജോ ബൈഡന്റെ പ്രായം വെച്ചാണ് അദ്ദേഹം പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. അതൊക്കെ പൊളിഞ്ഞിരിക്കുന്നു. എന്തായാലും പ്രധാനപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ശരി, താങ്ക് യു ജെയിംസ് സാർ. നമ്മുടെ ഈ വാർത്തകൾ പ്രധാന തലക്കെട്ടുകൾക്കുള്ള സമയമൊക്കെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഈ 2 ചോദ്യങ്ങളിൽ നമുക്ക് ഒതുക്കേണ്ടി വരുന്നു. താങ്ക് യു ജെയിംസ് സാർ. ഒരുപാട് പേര് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. നമ്മുടെ സിന്ധു കേസ് പറയുന്നുണ്ട് ഇവരെന്റെ കമന്റ് വായിക്കുന്നില്ല, ഞാൻ പോകണം. അങ്ങനെ ചെയ്യരുത്, നമുക്ക് അറിയാമല്ലേ സമയപരിമിതി കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ അച്ചാ പോവല്ലേ, പ്ലീസ് പോരുത്. ദേവിക ദേവിയുടെ കമന്റോട് പറഞ്ഞതുപോലെ സ്ഥിരമായിട്ട് ഇവർ തമ്മിലൊരു സൗഹൃദം, നല്ല സൗഹൃദം എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഷാജി പൊയ്കയിൽ ആലപ്പുഴയിലേക്ക് ട്രെയിൻ യാത്ര നടത്തുന്നതിനിടയിലാണ് ഈ പ്രോഗ്രാം. ബംഗാളിൽ നിന്നുള്ള ഒരാൾ ഇത് കേൾക്കുന്നുണ്ടെന്നല്ലേ, ഒരു ചേച്ചി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ വാർത്ത വായിക്കുന്നത് അവർക്ക് എന്തും മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, എന്നാലും കാണുന്നത് സന്തോഷം തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തോട് നമ്മുടെ അന്വേഷണം പറഞ്ഞേക്കോ അല്ലേ ഷാജി പൊയ്കയിൽ, ബംഗാളിൽ നിന്നുള്ള നമ്മുടെ അതെ ചേട്ടനാണോ ചേച്ചിയാണോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ വായിച്ചിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് പോകുന്നത്. ട്രെയിനിൽ പോകുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ കേട്ടുകൊണ്ടേയിരിക്കുക. നമ്മളുടെ വാർത്തകളൊക്കെ തന്നെ നമുക്ക് പിന്തുണയുമായി എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകണം.